ഹായ് ഗൈസ്, വെൽക്കം ടു ദി വീഡിയോ. സോ റൈറ്റ് നൗ ഒരു ട്രിപ്പ് പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ട്രിപ്പ് പോകുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ആദ്യം തന്നെ ഒരു 3 ദിവസത്തെ ട്രിപ്പാണ്. സോ ഗ്യാസ് ഓഫ് ചെയ്യുക. ഓക്കെ, സോ ഗ്യാസ് ഓഫ് ചെയ്തു. വീട്ടിലെ ലൈറ്റുകൾ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്യോ? എന്നാൽ ഓഫ് ചെയ്യ്. സ്വിച്ച് ഓഫ് ചെയ്യ്. യെസ്. സോ ഗൈസ്, സീ യു. ഹലോ ഗൈസ്. സോ ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി വരങ്കൽ റെയിൽവേ സ്റ്റേഷനിലാണ്. അവിടെ ബൈക്ക് ഒരു 3.5 ദിവസത്തേക്ക് വെച്ച് ഏകദേശം 450 രൂപയാണ് ബൈക്ക് 3.5 ദിവസം വെച്ചതിന്. സോ 10:30 ട്രെയിന്. അപ്പോൾ ട്രെയിൻ കയറുന്നതിന് മുന്നേ തന്നെ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. ഡിന്നർ നിങ്ങൾക്കറിയാമല്ലോ റെയിൽവേ സ്റ്റേഷനിലെ ഫുഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നോൺ വെജ് കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. സോ വി ഹാഡ് അവർ വെജ് ഫുഡ്, ദാറ്റ് ഈസ് ചപ്പാത്തിയും ഐ തിങ്ക് കടലക്കറി ഓർ ചനാക്കറി, വിച്ച് വാസ് നോട്ട് ദാറ്റ് ഗുഡ്. നല്ല കട്ടിയുള്ള ചപ്പാത്തി. രഘുവിൻ്റെ എക്സ്പ്രഷൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ബട്ട് കഴിച്ചല്ലേ പറ്റുള്ളൂ. നന്നായി വിശന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഒറ്റ പാക്കറ്റേ വാങ്ങിയുള്ളൂ. 4 ചപ്പാത്തിയും കറിയും ഉണ്ടായിരുന്നു. 50 റുപ്പീസാണിത്. ഓക്കെ, ഇറ്റ് വാസ് ഫൈൻ. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ബ്രദറിനൊന്ന് വിളിച്ചത്. എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ പോകാറാകുമ്പോൾ തലേ ദിവസം അല്ലെങ്കിൽ അതേ ദിവസമൊക്കെ അനിയനെ വിളിച്ച് ഇങ്ങനെ പോവാണ്, കാര്യങ്ങളൊക്കെ സംസാരിക്കും, വിച്ച് ഫീൽസ് സോ ഗുഡ്. സോ ഞങ്ങളുടെ ട്രെയിൻ വന്നു. ഈ ട്രെയിനിൻ്റെ പേരാണ് ഗരീബ് രാത് എക്സ്പ്രസ്. അതായത് പാവങ്ങളുടെ AC ട്രെയിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് ഇത് കംപ്ലീറ്റ്ലി AC കമ്പാർട്ട്മെൻറ്റാണ്. ആൻഡ് 3rd AC വളരെ ചീപ്പ് റേറ്റിൽ അല്ലെങ്കിൽ നമുക്ക് അഫോർഡബിൾ റേറ്റിൽ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വളരെ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ കോമൺ ആയിട്ടുള്ളൊരു ട്രെയിനാണ്. സോ സെക്കന്ദരാബാദ് ടു വിശാഖപട്ടണം ആണ് ട്രെയിൻ പോകുന്ന ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് കംഫർട്ടബിൾ ആയിരുന്നു. എവറിത്തിങ് വാസ് ദെയർ. ഗുഡ് മോർണിംഗ്. ആൻഡ് ഫൈനലി ഞങ്ങൾ വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിലെത്തി. ഓൾസോ നോൺ ആസ് ദ വാൾട്ടിയർ റെയിൽവേ സ്റ്റേഷൻ, വിച്ച് ഈസ് വൺ ഓഫ് ദ ഇന്ത്യാസ് ഓൾഡസ്റ്റ് ബ്രിട്ടീഷ് മെയ്ഡ് റെയിൽവേ സ്റ്റേഷൻസ് ഇൻ ദ ഈസ്റ്റ് കോസ്റ്റ്. പിന്നെ ആസ് യൂഷ്വൽ ട്രെയിനിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് മുഖ്യം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പുറത്തുതന്നെയുള്ളൊരു കടയിൽ കയറി ഒരു ദോശയും 1 പ്ലേറ്റ് പൂരിയും പറഞ്ഞു. സീരിയസ്ലി പറയാമല്ലോ, പൂരി വാസ് നോട്ട് അറ്റ് ഓൾ ഗുഡ്. ഐ ഡോണ്ട് നോ വിച്ച് ഓയിൽ ദേ ആർ യൂസിങ്. നന്നായിട്ടേ ഉണ്ടായിരുന്നില്ല. ബട്ട് ഷീ വാസ് ഈറ്റിംഗ്. ഒരു പൂരി മാത്രമേ കഴിച്ചുള്ളൂ. ആൻഡ് ദോശ ഇറ്റ്സ് വാസ് ഫൈൻ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഊബർ ഓട്ടോ വിളിച്ച് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിലേക്ക് പോകണം. നൗ കമ്മിങ് ടു ദ പോയിൻറ്റ്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും നോട്ടീസ് ചെയ്തോ? ലൈക്ക് ദ റോഡ്, ഹൗ നീറ്റ് ഇറ്റ് ഈസ്. ഞാൻ കുറച്ച് നേരം ഓട്ടോ ഇങ്ങനെ പുറത്ത് നോക്കിയിരുന്നു ഈ റോഡ് മൊത്തം. ആൻഡ് ഇറ്റ് വാസ് എക്സ്ട്രീംലി നീറ്റ്. ഭയങ്കര നീറ്റായിരുന്നു ഈ റോഡുകൾ മൊത്തം. അപ്പോൾ ഞാൻ സീരിയസ്ലി അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് വിശാഖപട്ടണം ഈസ് ഇന്ത്യാസ് 3rd ക്ലീനസ്റ്റ് സിറ്റി. കിടിലം. അങ്ങനെ ആ ഒരു സന്തോഷം ന്യൂസൊക്കെ അറിഞ്ഞ് ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടൽ, ദാറ്റ് ഈസ് വേൾഡ് ഇൻ ഇവിടേക്ക് വന്നു. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. അതിൻ്റെ ഇടയിൽ കുറച്ച് സംഭവങ്ങളുണ്ടായി, വിച്ച് ഐ വിൽ ടെൽ യു അറ്റ് ദ ലാസ്റ്റ് ഓഫ് ദിസ് സീരീസ്. അത് ഞാൻ കാണിടണം. അത് മനസ്സിലായില്ല ആർക്കും ഇരിക്കാൻ പറ്റുന്ന. ആൻഡ് ഇവിടെ നമുക്ക് ഇതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം. യെസ്. സോ റൂമിൽ വന്ന് ഫ്രഷായി ഞങ്ങൾ ആദ്യത്തെ സ്പോട്ട് പോകുന്നതിന് മുന്നേ ആദ്യം കുറച്ച് വയറ് നിറയ്ക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു 1 കിലോമീറ്ററിനകത്ത് വരുന്ന ഒരു റെസ്റ്റോറൻറ്റ് വന്നു. ഐ ലൈക്ക് ദ ആംബിയൻസ് ബിക്കോസ് ഒരു അക്വാട്ടിക് തീമായിരുന്നു അവരുടെ മൊത്തം റെസ്റ്റോറൻറ്റിൻ്റെ. അക്വാട്ടിക് തീമായിരുന്നു. വി ഓർഡേഡ് സ്റ്റാർട്ടേഴ്സ് വിച്ച് ഈസ് നോൺ ആസ് ദ ക്രിസ്പി സ്പൈസി ചിക്കൻ. നല്ല ഡ്രൈ ആയിട്ടുള്ള മസാലാസ് ഉണ്ടായിരുന്നു. ആൻഡ് കാണുമ്പോൾ അത്ര എരിവില്ലായിരുന്നു, ബട്ട് തിന്നപ്പോൾ മനസ്സിലായി നല്ല എരിവുണ്ടായിരുന്നു. ഇറ്റ് വാസ് റിയലി ഹോട്ട്. അങ്ങനെ അതും കഴിച്ച്
ഞാൻ ലിറ്ററലി ഹോട്ടലിൽ പുറത്തൊക്കെ പോയതിൻ്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഷീ ഓൾസോ ലൈക്ക് ദ ഫുഡ് വിച്ച് വാസ് ഗുഡ്. നന്നായിട്ടുണ്ടായിരുന്നു, നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. ആൻഡ് മെയിൻ എന്ന് പറയുന്നത് ഞങ്ങൾ ചിക്കൻ നൂഡിൽസ് ഓർഡർ ചെയ്തത്. റൈസ് കഴിക്കാൻ എന്തോ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. സോ ഞങ്ങൾ ചിക്കൻ നൂഡിൽസ് ഓർഡർ ചെയ്തു. സോറി, ഞാൻ കഴിക്കുന്നതൊക്കെ ഇങ്ങനെയായിരിക്കും. കംപ്ലീറ്റഡ് വിത്ത് എ ബ്ലൂ മൊജിറ്റോ. അഗൈൻ ഞങ്ങൾ മോസ്റ്റ് ഓഫ് ദ ടൈം ഒന്ന് വാങ്ങി ഷെയർ ചെയ്യുക. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ഹോട്ടലിൻ്റെ പുറത്തുള്ള ഒരു അക്വേറിയമാണ് ഇത്. ഒരെണ്ണം ഇതേപോലെ പല നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സീൻസ് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ആംബിയൻസ് മൊത്തത്തിൽ കൊള്ളായിരുന്നു. അങ്ങനെ ഞങ്ങളെ ഫസ്റ്റ് ലൊക്കേഷൻ വിശാഖപട്ടണത്ത് എത്തിയിട്ടുള്ള ആദ്യത്തെ ലൊക്കേഷനിലേക്ക് പോവാണ്. ആൻഡ് ആസ് ഐ ടോൾഡ്, അവിടുത്തെ റോഡ് ഒരു രക്ഷയില്ല. വിച്ച് ആസ് എ ടൂറിസ്റ്റ് നമുക്ക് ഭയങ്കര സന്തോഷം തരും. നമ്മൾ പോകുന്നൊരു സ്ഥലം വളരെ നീറ്റാണ്. ആൻഡ് ദ പീപ്പിൾ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. സോ വി വെൻ ടു ദ ഫസ്റ്റ് സ്പോട്ട്, ദാറ്റ് ഈസ് ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക്. ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക്. അഡൽസിന് 2 പേർക്ക് ഒരാൾക്ക് 70 രൂപ. യെസ്. ഇംഗ്ലീഷ്. സോ നിങ്ങൾ പ്രീവിയസ്ലി ആ ബോർഡിൽ ശ്രദ്ധിച്ചോന്നറിയില്ല, ഈ സുവോളജിക്കൽ പാർക്കിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 625 ഏക്കേഴ്സാണ്. ഒരാളെ കാണിച്ചു തരാം. പേര് നകുൽ. നിങ്ങൾ ആയിരിക്കും നമ്മളിട്ട പേരാണ്, നമ്മളിട്ട പേരല്ല, അതിലുണ്ട് ഇവരിട്ട പേര് തന്നെയാണ് നകുൽ. സുബ്രഹ്മണ്യ അടുത്ത് വരണു. എൻ്റെ മോനെ, ലൈക്ക് ലിയോ സിനിമ ഇറങ്ങിയതിന് ശേഷം ഹൈനയുടെ പേര് എല്ലായിടത്തും സുബ്രഹ്മണ്യനായി. ഇവൻ അവിടെ വന്ന് നിൽക്കുന്ന ആൾക്കാരും പിള്ളേരെല്ലാം ഹൈന എന്നല്ല അവർ പറയുന്നത്, അവർ സുബ്രഹ്മണ്യം എന്നാണ് വിളിക്കുന്നത്. കുറച്ച് മലയാളീസും ഉണ്ടായിരുന്നു. സോ കുറേ അനിമൽസിനെ നിങ്ങൾ ഇനിയിപ്പോൾ ഈ വീഡിയോയിൽ കാണും, ഇഷ്ടം പോലെ അനിമൽസിനെ. അതിൽ ഞാൻ ചിലതൊക്കെ ഫസ്റ്റ് ടൈമാണ് ഇത്രയും നേരിട്ട് ഇത്രയും ക്ലോസ് ആയിട്ടൊക്കെ കാണുന്നത്. സോ യു ക്യാൻ ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ, ഒരു സാധനം കാണിച്ചു തരാം. ഉണ്ടോ? എന്താ സൗണ്ട്? എന്താണ് സൗണ്ട്? നന്നായി കിട്ടുന്നുണ്ട്. ലൈക്ക് ദിസ്, ഈ സൂവിലെ പല വെറൈറ്റീസ് ഓഫ് ബേർഡ്സ്, റെപ്റ്റൈൽസ്, ഈവൻ അതർ അനിമൽസ് വിച്ച് ഐ വാസ് സീയിങ് ഫോർ ദ ഫസ്റ്റ് ടൈം. കുറേ ഞാൻ മൈസൂർ സൂവിലും അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തുള്ള സൂവിലൊക്കെ കണ്ടിട്ടുണ്ട്, ബട്ട് ചിലതൊന്നും കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല ചില അനിമൽസിനൊക്കെ. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ കാണിക്കാൻ പോകുന്ന മീർ ക്യാറ്റ്, ഇത് ഞാൻ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല വേറെ സ്ഥലത്തൊന്നും. അപ്പോൾ ഇറ്റ് വാസ് നൈസ് എക്സ്പീരിയൻസ്. സോ അടുത്ത ആളെ കാണിച്ചു തരാം, ദാറ്റ് ഈസ് ബെയർ. ആസ് ഐ ടോൾഡ് എർലിയർ, ഈ സൂ എന്ന് പറയുന്നത് 625 ഏക്കറുള്ള ഒരു സൂ ആണ്. ആൻഡ് ഇതിൻ്റെ പേര് അറിയപ്പെടുന്നത് തന്നെ ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് എന്നാണ്. കാരണം ആ ഒരു ടൈമിൽ ഈ ഈ സൂ ഉണ്ടാകുന്നത് 1977 അപ്പോൾ ആ ടൈമിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. സോ അവരുടെ
അവർക്ക് ഈ വൈൽഡ് ലൈഫ് കൺസർവേഷൻ അല്ലെങ്കിൽ പ്രൊജക്ട് ടൈഗർ ഇങ്ങനെയുള്ള കാര്യങ്ങളോടുള്ള ഇൻട്രസ്റ്റ്, അങ്ങനത്തെ റൂൾസ് കൊണ്ടുവന്ന് അങ്ങനത്തെ ആക്ടൊക്കെ കൊണ്ടുവന്നുകൊണ്ട് അവരുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റീനെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഈ സൂവിൻ്റെ പേര് ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് എന്നായി. ആൻഡ് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് സുവോളജിക്കൽ പാർക്കാണ് ഈ വൈസാഖിലുള്ള അല്ലെങ്കിൽ വിശാഖപട്ടണത്തുള്ളത്. യെസ്, അവിടെ നിന്ന് ഇറങ്ങി ഓടി ചാടി നടന്ന് ഞങ്ങളുടെ മുന്നിൽ കാണുന്ന ഈ ഒരു സീ അല്ലെങ്കിൽ ഓഷ്യൻ എന്ന് പറയുന്നത് ബേ ഓഫ് ബംഗാളാണ്. സോ അവിടെ ഒരു സമ്മർ സോൾട്ട് അടിച്ച് ആ ഒരു ബീച്ച് അല്ലെങ്കിൽ ആ ഒരു വ്യൂ പോയിൻ്റ് അറിയപ്പെടുന്നത് കലാംസ് വ്യൂ പോയിൻ്റ് എന്നാണ്. അവിടെ ഒരു 2 മണിക്കൂർ ബീച്ചിൽ സ്പെൻഡ് ചെയ്ത് വളരെ റിലാക്സ്ഡായി വളരെ കാമായി, എന്താ പറയുക, സച്ച് എ ബ്യൂട്ടിഫുൾ ക്ലീൻ പ്ലേസ്, ക്ലീൻ ബീച്ച്. ഒരു വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കലാംസ് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് കുറേ ഫാമിലീസ് ലൈക്ക് ദിസ് ഇങ്ങനെ വണ്ടിയൊക്കെ നിർത്തി അവിടെ ഈവനിങ് നന്നായി സ്പെൻഡ് ചെയ്യാൻ പറ്റും. സീ ദ സ്കൈ. ഞാൻ ഈ കളറിലൊന്നും കണ്ടിട്ടില്ല ആകാശം. അങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഞങ്ങളുടെ ഡിന്നർ കഴിക്കാനായിട്ട് വന്നു. ഹോട്ടലിൽ തന്നെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ വന്നിട്ടാണ്, ഹോട്ടൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു ടേക്ക് അവേ. ഓക്കെ, അപ്പോൾ അവിടെ വന്നിട്ട് കഴിച്ചു. ദോശയും കറിയും ചമ്മന്തിയും. മൈ ഗോഡ്, ഇറ്റ് വാസ് സോ ഗുഡ്. ഇത് നല്ല കൊള്ളാം. ആ ചമ്മന്തി വെറുതെ ഇങ്ങനെ നക്ക്. കൊള്ളാം. ഡൺ. സോ ഗൈസ്, അങ്ങനെ ഡിന്നർ കഴിഞ്ഞു. റൂമിൽ കയറുന്നതിന് ജസ്റ്റ് മുന്നേയായിട്ട് ഞങ്ങളുടെ ഹോട്ടലിൽ തന്നെ പുറത്തുള്ള ഒരു ടേബിൾ ഫുട്ബോൾ ഉണ്ട്. അവിടെ കുറച്ച് നേരം കളിച്ച് 2-3 ഗെയിം കളിച്ച് വളരെ ഹാപ്പി ആയിട്ട് ആദ്യത്തെ ഡേ അറ്റ് വിശാഖപട്ടണം ഈസ് ഫിനിഷ്ഡ് ഹിയർ. കാരണം ഞങ്ങൾ എത്തിയത് ഏകദേശം 10-11 മണിയായി രാവിലെ. അപ്പോൾ ആകെ ഇന്ന് 2 സ്പോട്ടേ കണ്ടുള്ളൂ. ആൻഡ് വി സ്പെൻഡ് ലോട്ട് ഓഫ് ടൈം ദെയർ.